എൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ഫസ്റ്റ് യൂണിറ്റ്, അതിൻ്റെ മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് മൊഡ്യൂൾ 2 ആരംഭിക്കുകയാണ്. സ്റ്റുഡൻസ്, നമുക്ക് തന്ന ഈ രണ്ടാമത്തെ ചോദ്യം നോക്കാം. 5, 9, 13. അപ്പോൾ നമുക്ക് ഇതിനകത്ത് x1 എന്നുള്ളത് 5 എന്നെടുക്കാം, അതുപോലെ തന്നെ d എന്നുള്ളത് 4 എന്നെടുക്കാം. ഇനി എന്തൊക്കെയാണ് ചോദിച്ചേക്കണം? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാട്ട് ഈസ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദ സം ഓഫ് ദിസ് സീക്വൻസ്? Sn ഈക്വൽസ് n/2 ഇൻറ്റു x1 പ്ലസ് xn. സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കിവിടെ ഇതിന് പ്രകാരം x1 നമുക്കറിയാം, x1 എന്ന് പറഞ്ഞാൽ 5 ആണെന്നറിയാം, xn നമുക്കറിയില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ nth ടേം എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ nth ടേം കണ്ടുപിടിക്കാം. സ്റ്റുഡൻസ്, അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം ഞാൻ എഴുതുകയാണ്. nth ടേം എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? nth ടേമിന്റെ രൂപം എന്ന് പറയുന്നത് an പ്ലസ് b എന്നുള്ള രൂപമാണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസാണ്, പൊതുവ്യത്യാസമാണ്. അപ്പോൾ ഇതിന്റെ d എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് എഴുതാം 4n പ്ലസ്. ഇനി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേം 5 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ അല്ലെ, എയും ബിയും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടേണ്ടത്. അപ്പോൾ എ ഓൾറെഡി 4 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ nth ടേം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടുത്തെ nth ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി Sn കണ്ടു നോക്കാം. Sn ഈക്വൽസ് n/2 ഇൻറ്റു x1. ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് 5 എഴുതുക. ഓക്കെ, nth ടേമിന്റെ സ്ഥാനത്ത് 4n പ്ലസ് 1 എഴുതുക. 4n പ്ലസ് 1 എഴുതുക. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാവുന്നത് n/2. ഇതിന്റെ അകത്ത് ഇതും 5 സംഖ്യയാണ്, ഇത് 1 ആണ്. അപ്പോൾ 6 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 4n പ്ലസ് 6 എന്ന് നമുക്ക് ആദ്യം എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ n/2 കൊണ്ട് 4nനെയും n/2 കൊണ്ട് 6നെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ n/2 ഇൻറ്റു 4n, ദെൻ ഈ പ്ലസ് ചിഹ്നം നമ്മൾ ഇടണം, പ്ലസ്. ഇനി n/2 കൊണ്ട് 6നെ n/2 ഇൻറ്റു 6. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതിനെ 2 പ്രാവശ്യം കളയാനായിട്ട്, ഇങ്ങനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ n ഇൻറ്റു 2n എന്നാണ് പറഞ്ഞേക്കണേ. n ഇൻറ്റു n, n സ്ക്വയർ. അപ്പോൾ 2n സ്ക്വയർ എന്നാണ് ഇവിടെ ആദ്യം വരുന്നത്, 2n സ്ക്വയർ. ഓക്കെ, ദെൻ ഇത് നമ്മൾ 3 എന്ന് വരും അല്ലെ? 3n പ്ലസ് 3n എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. 2n സ്ക്വയർ പ്ലസ് 3n. ഇവിടെ നമുക്കറിയാം ഈ nth ടേം കാണുമ്പോൾ നമുക്കറിയാം ഈ a എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൊതുവ്യത്യാസമാണ് അല്ലെ? ഇനി ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a കിട്ടും എന്നും അറിയാം. അതുപോലെ തന്നെ ഈ n ടേംസിന്റെ സം നമ്മൾ കാണുന്ന ഈ ഇക്വേഷനിലും ഇതുപോലെ ചില ക്ലൂകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. 2n സ്ക്വയർ പ്ലസ് 3n, അതിനകത്ത് 1, 2 എയും ഡിയും കണ്ടെത്താനുള്ള ക്ലൂ ഇതിനകത്തുണ്ട്. എയും ഡിയും കണ്ടെത്താനുള്ള ക്ലൂ ഇതിനകത്തുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ n സ്ക്വയറിന്റെ ഈ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, ഈ 2, ഈ 2ഉം ഈ 4ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിന്റെ ഈ 2ന്റെ ഇരട്ടി അല്ലെ? 2 ടൈംസ് ഇൻറ്റു 2 ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇവിടെ 2n സ്ക്വയർ പ്ലസ് 3n എന്ന് വരുമ്പോൾ ഇവിടെ n സ്ക്വയറിന്റെ ഈ കോഎഫിഷ്യന്റ് ഗുണോത്തരമായിട്ട് വരുന്ന ഈ സംഖ്യ ഉണ്ടല്ലോ, ഈ സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും d. ഓക്കെ, ഇനി a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, കഴിഞ്ഞതിൽ അതുപോലെ തന്നെയായിരുന്നു അല്ലെ? കഴിഞ്ഞതിൽ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ a കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. ഇതങ്ങനെ തന്നെ d ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സം കാണുന്ന ഇക്വേഷനിൽ ഇവിടെ വരുന്ന ഈ n സ്ക്വയറിന്റെ സൈഡിൽ വരുന്ന ഈ സംഖ്യ അല്ല, അതിന്റെ ഇരട്ടി എടുക്കണം. അതിന്റെ ഇരട്ടിയാണ് d എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ട്, ഈ n-ന്റെയും n സ്ക്വയറിന്റെയും സൈഡിൽ വരുന്ന ഈ കോഎഫിഷ്യന്റുകൾ, ഈ ഗുണോത്തരങ്ങൾ നമ്മൾ പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ലഭിക്കുകയും ചെയ്യും. ഓക്കെ, n ടേംസ് നമ്മൾ കാണുമ്പോൾ അതിന്റെ ഫോം ഇങ്ങനെയാണ്, കണ്ടു. p n സ്ക്വയർ പ്ലസ് q n
എന്നുള്ള രൂപത്തിൽ വന്നത്. ഈ പി എന്ന് പറഞ്ഞാലും ക്യൂ എന്ന് പറഞ്ഞാലും സംഖ്യകളാണ് അല്ലേ. നമുക്ക് കിട്ടിയ സംഖ്യ ഏതൊക്കെയായിരുന്നു? പി എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 2n² പ്ലസ് 3n ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ അത് പി, n² അങ്ങനെ തന്നെ. അപ്പൊ പി, ക്യൂ ഇവ സംഖ്യകളാണ് അല്ലേ, അത് സംഖ്യകളാണ്. ഇനി ഇതിന്റെ ആ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പിയുടെ ഇരട്ടി ആയിരിക്കും ഡി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എഴുതിയിട്ടുണ്ട് 2p അല്ലെങ്കിൽ പിയുടെ ഇരട്ടി. ഇവിടെ 2p ആണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പി പ്ലസ് ക്യൂ, ഈ പി പ്ലസ് ക്യൂ ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റുഡൻസ്, നമ്മൾ രണ്ട് ബീജഗണിത രൂപങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് nth ടേം കാണുമ്പോൾ an പ്ലസ് ബി എന്നാണ് നമ്മൾ എഴുതിയത്. അതുപോലെ തന്നെ സം കാണുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് pn² പ്ലസ് qn എന്നാണ്. അപ്പോൾ ഈ കേസിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ആയിരിക്കും, പൊതുവ്യത്യാസമായിരിക്കും അല്ലെ. അതുപോലെ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ ഈ എ പ്ലസ് ബി ആയിരിക്കും എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അതേസമയം ഇതിനകത്ത് ഈ പി അല്ലെ, 2p ആയിരിക്കും. പിയുടെ ഇരട്ടി എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡി കിട്ടുള്ളൂ. അതുപോലെ തന്നെ പിയും ക്യൂവും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പി പ്ലസ് ക്യൂ പ്ലസ് ചെയ്ത് കഴിഞ്ഞാലാണ് x1 കിട്ടുന്നത്. അത് ഇവിടെ രണ്ടിടത്തും സെയിമാണ്. എയും ബിയും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ x1 കിട്ടുമായിരുന്നു. ഇവിടെ ഈ കേസിൽ പിയും ക്യൂവും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ x1 കിട്ടും. അപ്പൊ ഡിയുടെ കേസിലാണ് വ്യത്യാസമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദ എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് n ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ. അരിത്തമെറ്റിക് സീക്വൻസുകളുടെ സം ഓഫ് n ടേംസിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് nth ടേമിന്റെ നമുക്ക് എഴുതണം. അപ്പൊ നമുക്കിപ്പോ ഇവിടെ തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ SN ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ nth ടേമിന്റെ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇത് സം ആണ്, ഇത് nth ടേം ആണ്. അപ്പൊ സം തന്നിട്ടുണ്ട്. സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സം എത്രയാ? n² പ്ലസ് 2n ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് ആദ്യം തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഇതിനെ നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റണം. xn രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം, nth ടേമിന്റെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ SN ഈക്വൽസ് n² പ്ലസ് 2n എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ സൈഡിൽ n² മാത്രം ഉള്ളെങ്കിൽ ഇവിടെ വരുന്ന അതിന്റെ കോഎഫിഷ്യന്റ്, അതിന്റെ ഗുണോത്തരം എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലെ. അപ്പൊ പി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. പി എന്ന് പറഞ്ഞാൽ 1 ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. ക്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്കറിയാം ഡി എത്രയാ വന്നെ? ഡി എന്ന് പറഞ്ഞാൽ ഈ പിയുടെ ഇരട്ടിയാ, 2p വരുള്ളൂ. എന്ന് വെച്ചാൽ 2 × 1 ഈക്വൽസ് 2 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഡി 2 ആണ്. ഓക്കെ, ഡി നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x1 ആണ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചേക്കണേ? പിയും ക്യൂവും കൂടെ പ്ലസ് ചെയ്താൽ മതി, പി പ്ലസ് ക്യൂ. അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ 1ഉം 2ഉം അല്ലെ. 1 + 2 ഈക്വൽസ് 3. അപ്പോൾ x1 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ സം കാണുന്ന ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ടേമും ഡിയും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഈ ഫോമിലേക്ക് മാറ്റണം. ഈ ഫോം നമുക്കറിയാം xn ഈക്വൽസ് എന്തെന്നാ അതിന്റെ ആൽജിബ്രൈക് ഫോം നമ്മൾ പഠിച്ചിരിക്കുന്നത് an പ്ലസ് ബി എന്നാണ് നമ്മൾ അതിന്റെ ഫോമായിട്ട് പഠിച്ചിരിക്കുന്നത്. ആ രൂപത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ an പ്ലസ് ബി, എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഡി ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ടത് ഡി ആണ്. പിന്നെ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എ ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും an എന്നുള്ളിടത്ത് ഇവിടെ ഡി 2 ആണ് അല്ലെ. അപ്പൊ xnന്റെ സ്ഥാനത്ത് നമുക്ക് 2n എഴുതാൻ പറ്റും. ഇനി ബി എത്രയാണെന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേം 3. ആ 3ൽ നിന്ന് 2 കുറയ്ക്കണം അല്ലെ, 1. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഈ ബി കിട്ടേണ്ടത്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം 3 കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ 2n വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ 2n + 1 വന്നാൽ മതിയാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി 2n + 1. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോവുക. ഈ പ്രോബ്ലം നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ അതിങ്ങനെയാണ് കിടക്കുന്നത്. Sn ഈക്വൽസ് 2n² + n ആണ് കിടക്കുന്നത്.
അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് എൻ, nth ടേമിന്റെ ഇക്വേഷനാണ്, ആൾജിബ്രൈക് ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ക്യൂവിന്റെ സ്ഥാനത്ത് വരുന്ന 1 ആണ്, 1n ആണ് കേട്ടോ, 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ടേമും ഡിയുമാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ 2pm എന്ന് വെച്ചാൽ ഇവിടെ 2 × 2 നമുക്ക് എഴുതാം, 4 എന്ന് ആൻസർ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആണ്. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി 2 ആണ്, ക്യൂവിന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ 2 + 1 = 3. അപ്പോൾ ഫസ്റ്റ് ടേമും ഡിയും കിട്ടി. ഇനി നമുക്ക് എക്സ്ന്റെ ഇക്വേഷൻ എഴുതി നോക്കുക. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an + b ആണ്. അപ്പൊ ഇവിടെ എ ആയിട്ട് വരേണ്ടത് എന്താണ്? ഡി ആണ് അല്ലെ? ഡി 4 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 4 എന്ന് എഴുതണം, 4n എന്ന് എഴുതി. ഇനി ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേം പറഞ്ഞിരിക്കുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ഈ ബീങ്ങൾ കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 3 വരേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4ൽ നിന്ന് ഇവിടെ 4 വന്ന സ്ഥിതിക്ക് ഇനി ഈ 4നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 3 വരിക? -1 പ്ലസ് ചെയ്യണം അല്ലെ? -1. 4 - 1 ആണ് 3 എന്ന് പറയുന്നത്. അപ്പൊ നോക്കുമ്പോൾ നമുക്കിപ്പോ കിട്ടിക്കാണും, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ആയ എത്ര വരണം? എയും ബിയും കൂടെ കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം, a + b, എയും ബിയും കൂട്ടുമ്പോഴാണ്, പ്ലസ് ചെയ്യുമ്പോഴാണ് 3 വരേണ്ടത്. ഫസ്റ്റ് ടേം കിട്ടേണ്ടത് 3. അപ്പോൾ എ ഓൾറെഡി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. അപ്പൊ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും 3 - 4 = -1. അതാണ് ഞാനിവിടെ എഴുതിയത്. അപ്പൊ ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തണമെന്നില്ല, നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 4n - 1 എന്നാണ് ഇതിന്റെ ആൻസർ വരിക.